എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും നമസ്കാരം. നമുക്ക് ഇന്നത്തെ ക്ലാസ്സുകൾ ആരംഭിക്കാം. എൻ്റെ പേര് രേഷ്മ മോഹൻ. കുറച്ച് സമയത്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം. എല്ലാവരും ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക, നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, നമ്മൾ പഠിക്കുവാൻ പോകുന്നത് വേൾഡ് ഹിസ്റ്ററിയെ പറ്റിയാണ്. PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഇതിൽ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ SCERT, NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രധാനപ്പെട്ട വസ്തുതകളും ചേർത്തിട്ടുണ്ട്. പറയുന്ന കാര്യങ്ങൾ എല്ലാവരും വ്യക്തമായി കേട്ട് നന്നായി പഠിക്കുക. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. പണ്ട് വളരെ പണ്ട് കാലത്ത് നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് അറിയില്ലായിരുന്നു ഇന്ത്യക്ക് പുറത്ത് മറ്റൊരു രാജ്യങ്ങളുണ്ടെന്നോ മറ്റൊരു പ്രദേശമുണ്ടെന്നോ. ആർക്കും തന്നെ അറിയില്ലാതിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ പല പല സഞ്ചാരികളും പല നാവികന്മാരുമെല്ലാം ഒരുപാട് യാത്രകൾ ചെയ്തതിനു ശേഷമാണ് പല പ്രദേശങ്ങളും കണ്ടെത്തുന്നത്. അതായത് അവർ കണ്ടെത്തിയ പ്രദേശങ്ങളിലേക്ക് വീണ്ടും വീണ്ടും യാത്രകൾ ആരംഭിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ രാജ്യത്തില്ലാത്ത വിഭവങ്ങളെല്ലാം എങ്ങനെയും മറ്റുള്ള സ്ഥലത്തു നിന്നും ശേഖരിച്ചു കൊണ്ടുവരിക എന്നൊരൊറ്റ ഉദ്ദേശമേ ആദ്യകാല യാത്രകൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആദ്യകാലത്ത് വാണിജ്യത്തിനു വേണ്ടി മാത്രം ആരംഭിച്ച യാത്രകൾ പിന്നീട് വാണിജ്യ കുത്തകകൾ നേടിയെടുക്കാനായി, ആധിപത്യം സ്ഥാപിക്കാനായി, കോളനികൾ പിടിച്ചെടുക്കുവാനായി, അത് ചെറിയ ചെറിയ വിപ്ലവങ്ങളിലേക്കും പിന്നീട് ലോകത്തെ സ്വാധീനിച്ച മഹായുദ്ധങ്ങൾക്ക് വരെ അത് കാരണമായി മാറുകയാണ്. ഈ സിലബസ് പ്രകാരം പ്രധാനപ്പെട്ട 6 വിപ്ലവങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. അങ്ങനെ 6 വിപ്ലവങ്ങൾ. അതുകൂടാതെ തന്നെ നമ്മുടെ രണ്ടാം ലോക മഹായുദ്ധം, അന്താരാഷ്ട്ര സംഘടനകൾ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. പ്രധാനപ്പെട്ട 6 വിപ്ലവങ്ങൾ എങ്ങനെയാണ് ആരംഭിച്ചതെന്നാണ് പറയുന്നത്. ഇംഗ്ലണ്ടിലെ കോളനി വാഴ്ചയ്ക്ക് എതിരായി നടന്ന വിപ്ലവം ഏതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. എന്താണ്? ഇംഗ്ലണ്ടിന്റെ കോളനി വാഴ്ചയ്ക്ക് എതിരായി നടന്ന വിപ്ലവമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. സ്വേച്ഛാധിപത്യം, ഫ്യൂഡൽ വ്യവസ്ഥ എന്നിവയ്ക്കെതിരായി നടന്ന വിപ്ലവം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രഞ്ച് വിപ്ലവം ആണ്. സ്വേച്ഛാധിപത്യത്തിനും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കും എതിരായി നടന്ന വിപ്ലവം ഏതാണ്? ഫ്രഞ്ച് വിപ്ലവം. എന്താണ് ഈ സ്വേച്ഛാധിപത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ? അത് ഒരു ഏകാധിപത്യം തന്നെയാണ്. അതായത് ഒരു രാജ്യത്ത് ഒരു രാജാവുണ്ട്. ആ രാജാവ് എന്താണോ പറയുന്നത് അതാണ് അവിടുത്തെ നീതിയും ന്യായവും എല്ലാം. രാജാവ് തെറ്റ് പറഞ്ഞാലും ശരി പറഞ്ഞാലും എല്ലാം നമ്മൾ അത് അംഗീകരിച്ചേ പറ്റൂ. എന്ത് പറഞ്ഞാലും നമ്മൾ അത് അംഗീകരിക്കണം. ആ രീതിയിലാണ് നമ്മൾ സ്വേച്ഛാധിപത്യത്തെ ഉൾക്കൊള്ളുന്നത്. ഈ ഫ്യൂഡൽ വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഒരു രാജാവ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ രാജാവിന് ഒരു ഭരണകാര്യങ്ങളും ചെയ്യുവാൻ ഒരു താല്പര്യവുമില്ല. അപ്പോൾ ഈ രാജാവ് എന്താ ചെയ്യുക? ആ നാട്ടിലെ ഓരോ സ്ഥലങ്ങളായിട്ട് അവിടെയുള്ള പുരോഹിതന്മാർക്കും പ്രഭുക്കന്മാർക്കും എല്ലാം ഇങ്ങനെ കൊടുക്കും. അപ്പൊ അവര് അവിടെ രാജാക്കന്മാരെ പോലെ ഭരണം നടത്തും. അപ്പൊ എന്ത് ചെയ്യാ? രാജാക്കന്മാരെ പോലെ ഭരണം നടത്തുമ്പോൾ ഇവര് ജനങ്ങളിൽ നിന്ന് നികുതി പിരിച്ചെടുക്കും. ഈ നികുതി പിരിച്ചെടുക്കുന്ന നികുതിയിൽ നിന്ന് ഒരു വിഹിതം എന്ത് ചെയ്യും? രാജാവിനും കൊടുക്കും. അപ്പൊ എന്താ? രാജാവിന് വെറുതെ ഇരുന്നാ മതി, ഒരു പണിയും ചെയ്യണ്ട. വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ രാജാവിന് എന്താ? നികുതി ലഭിക്കും. പിന്നെന്താ? അപ്പൊ ഇങ്ങനെ ഒരു നയത്തെയാണ് ഫ്യൂഡൽ വ്യവസ്ഥ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ എന്താ? സ്വേച്ഛാധിപത്യത്തിനും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കും എതിരായി നടന്ന വിപ്ലവം ഏതാണ്? ഫ്രഞ്ച് വിപ്ലവം. അടുത്തത് സ്പെയിനിന്റെയും പോർച്ചുഗലിന്റെയും ആധിപത്യത്തിനെതിരായി നടന്ന വിപ്ലവം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം. സ്പെയിനിന്റെയും പോർച്ചുഗലിന്റെയും ആധിപത്യത്തിനെതിരായി നടന്ന വിപ്ലവം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം. അടുത്തത് രാജവാഴ്ചയ്ക്കും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കും എതിരായി നടന്ന വിപ്ലവം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റഷ്യൻ വിപ്ലവം. ഏതാണ്? രാജവാഴ്ചയ്ക്കും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കും എതിരായി നടന്ന വിപ്ലവം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റഷ്യൻ വിപ്ലവം. അടുത്തത് വിദേശാധിപത്യത്തിനും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കും മഞ്ജു രാജവാഴ്ചയ്ക്കും എതിരായി നടന്ന വിപ്ലവമാണ് ചൈനീസ് വിപ്ലവം. എന്താണ്? വിദേശാധിപത്യത്തിനും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കും മഞ്ജു രാജവാഴ്ചയ്ക്കും എതിരായി നടന്ന വിപ്ലവം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാ? ചൈനീസ് വിപ്ലവം. അടുത്തത് രാജവാഴ്ച പൂർണ്ണമായും അവസാനിപ്പിച്ചുകൊണ്ട്
പാർലമെന്റ് പൂർണ്ണമായും അധികാരം നേടിയെടുത്ത ചരിത്ര സംഭവം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അല്ലെങ്കിൽ രക്തരഹിത വിപ്ലവം എന്ന് പറയും. ഏതാണ്? രാജവാഴ്ച പൂർണ്ണമായും അവസാനിപ്പിച്ചുകൊണ്ട് പാർലമെന്റ് പൂർണ്ണമായും അധികാരം നേടിയെടുത്ത ചരിത്ര സംഭവം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അതായത് രക്തരഹിത വിപ്ലവം എന്നും അതിനെ വിശേഷിപ്പിക്കുന്നു. അപ്പൊ നമുക്ക് ഒന്നുകൂടെ പറയാം. ഇംഗ്ലണ്ടിന്റെ കോളനി വാഴ്ചയ്ക്ക് എതിരായി നടന്ന വിപ്ലവമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. സ്വേച്ഛാധിപത്യത്തിനും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കും എതിരായി നടന്ന വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം. സ്പെയിനിന്റെയും പോർച്ചുഗലിന്റെയും ആധിപത്യത്തിനെതിരായി നടന്ന വിപ്ലവം ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം. രാജവാഴ്ചയ്ക്കും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കും എതിരായി നടന്ന വിപ്ലവം റഷ്യൻ വിപ്ലവം. വിദേശാധിപത്യത്തിനും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കും മഞ്ചു രാജവാഴ്ചയ്ക്കും എതിരായി നടന്ന വിപ്ലവമാണ് ചൈനീസ് വിപ്ലവം. രാജവാഴ്ച പൂർണ്ണമായും അവസാനിപ്പിച്ചുകൊണ്ട് പാർലമെന്റ് പൂർണ്ണമായും അധികാരം നേടിയെടുത്ത ചരിത്ര സംഭവമാണ് ഇംഗ്ലണ്ടിന്റെ മഹത്തായ വിപ്ലവം അല്ലെങ്കിൽ രക്തരഹിത വിപ്ലവം എന്ന് പറയുന്നത്. ഇത് നമുക്ക് PSC സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കുന്നതിനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് നന്നായി പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ഓക്കെ, ഈ 6 പോയിന്റുകൾ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ അല്ലേ? ശരി, അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല പല സഞ്ചാരികളും പല പല നാവികന്മാരും എല്ലാം ഒരുപാട് യാത്രകളിലൂടെയാണ് പല പ്രദേശങ്ങളും കണ്ടെത്തിയത്. പണ്ട് കാലത്ത് നമുക്കറിയാം ഏഷ്യൻ രാജ്യങ്ങളായ ഇന്ത്യയും ചൈനയുമായിട്ടായിരുന്നു പല യൂറോപ്യൻ രാജ്യക്കാർക്കും വാണിജ്യ ബന്ധം ഉണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആദ്യകാലത്ത് പല രാജ്യക്കാരും കരമാർഗമാണ് ഈ പറയുന്ന പ്രദേശങ്ങളിലേക്ക് വന്നുകൊണ്ടിരുന്നത്. അതിൽ നമ്മുടെ ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ വ്യാപാര ബന്ധം ഉണ്ടായിരുന്നത് അറബികൾക്കാണ്. ഈ അറബികൾ ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരുന്നത് കരമാർഗം തന്നെയാണ്. പണ്ട് AD 1453 ഓട്ടോമൻ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയതോടു കൂടിയാണ് വിദേശികൾക്ക് ഇന്ത്യയിലേക്ക് വരുന്നതിനുള്ള കരമാർഗം കെട്ടിയടക്കപ്പെടുന്നത്. അതായത് AD 1453 നമ്മുടെ ഓട്ടോമൻ തുർക്കികൾ അത് കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയതോടു കൂടിയാണ് വിദേശികൾക്ക് ഇന്ത്യയിലേക്ക് വരുന്നതിനുള്ള കരമാർഗം കെട്ടിയടക്കപ്പെടുന്നത്. അങ്ങനെയാണ് പല രാജ്യക്കാരും കരമാർഗം ഉപേക്ഷിച്ച് കടൽ മാർഗം ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് വരാനുള്ള ഒരു വഴി കണ്ടെത്താനുള്ള ശ്രമം ആരംഭിക്കുന്നത്. അങ്ങനെ കടൽ മാർഗം ഇന്ത്യയിലേക്കുള്ള വഴി കണ്ടെത്തി ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ നാവികൻ ആരാന്ന് നമുക്കറിയാലോ. ആരാണ്? വാസ്കോ ഡ ഗാമ അല്ലെ? അതെ, നമ്മുടെ ഇന്ത്യയിലേക്ക് ആദ്യം കടൽ മാർഗം വഴി കണ്ടെത്തി ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ നാവികനാണ് വാസ്കോ ഡ ഗാമ. എന്നാൽ കടൽ മാർഗം ഇന്ത്യയിലേക്കുള്ള വഴി കണ്ടെത്താനായി യാത്ര തിരിച്ച് സ്പാനിഷ് ഗവൺമെന്റിന്റെ നാവികൻ ആരാണ്? ക്രിസ്റ്റഫർ കൊളംബസ്. കടൽ മാർഗം ആദ്യമായി ഇന്ത്യയിലേക്കുള്ള വഴി കണ്ടെത്താൻ വേണ്ടി യാത്ര തിരിച്ച ഒരു സ്പാനിഷ് ഗവൺമെന്റ് നാവികനാണ് ക്രിസ്റ്റഫർ കൊളംബസ്. ഈ കൊളംബസ് ഇന്ത്യ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വരുന്നത്. ഒരു 3 പായ്ക്കപ്പലുകളിലായിട്ടാണ് കൊളംബസ് യാത്ര തിരിച്ചിരുന്നത്. ഓക്കെ, അങ്ങനെ കൊളംബസ് ഇന്ത്യ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇങ്ങനെ വരികയാണ്. അവരവിടുന്ന് യാത്ര തിരിച്ചത്, കൊളംബസ് അനുയായികളും യാത്ര തിരിച്ചത് 3 പായ്ക്കപ്പലുകളിലായിട്ടാണ്. അതായത് കൊളംബസ് 3 പായ്ക്കപ്പലുകളിലായിട്ടാണ് കൊളംബസ് അനുയായികളും ഇന്ത്യ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി യാത്ര തിരിച്ചത്. അതായത് ഇപ്പം കൊളംബസുമായി ബന്ധപ്പെട്ട 3 പായ്ക്കപ്പലുകളുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ സാന്റാ മരിയ, പിന്റ, നീന. ഓക്കെ, അപ്പൊ ഈ കാറ്റിന്റെ ദിശയ്ക്ക് അനുസരിച്ചാണ് ഈ പായ്ക്കപ്പലുകൾ സഞ്ചരിക്കുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പൊ ഈ കൊളംബസ് പായ്ക്കപ്പലുകൾ വരുന്ന സമയത്ത് കാറ്റ് പ്രതികൂല അവസ്ഥയിലായി. ഇത് ഇവർ അറിഞ്ഞതുമില്ല. അതിനാൽ എതിർദിശയിലേക്കാണ് ഇവര് സഞ്ചരിച്ചത്. അങ്ങനെ കൊളംബസും അനുയായികളും എത്തിച്ചേർന്ന സ്ഥലമാണ് അമേരിക്ക. AD 1492 കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചത്. അതായത് അമേരിക്ക കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ക്രിസ്റ്റഫർ കൊളംബസ്. അത് AD 1492 കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചത്. എന്നാൽ കൊളംബസ് അവിടെ എത്തിച്ചേരുന്ന സമയത്ത് കൊളംബസ് അത് ഇന്ത്യ ആണെന്നാണ് വിചാരിച്ചത്. കൊളംബസിന് അറിയില്ലായിരുന്നു. കൊളംബസ് ഇന്ത്യ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണല്ലോ അവിടുന്ന് യാത്ര തിരിച്ചത്. അപ്പൊ കാറ്റിന്റെ ദിശ മാറി എതിർദിശയിലേക്ക് സഞ്ചരിച്ചു ഒന്നും ഇവര് ശരിക്കും അറിഞ്ഞിരുന്നില്ല. അവരവിടെ എത്തിയപ്പോൾ അത് ഇന്ത്യ ആണെന്ന് തന്നെയാണ് വിചാരിച്ചത്.
അങ്ങനെ കൊളംബസ് അമേരിക്കൻ ജനതയെ വിശേഷിപ്പിച്ച പേരാണ് ഇൻഡീസ്. അതായത് കൊളംബസ് അമേരിക്കൻ ജനതയെ വിശേഷിപ്പിച്ച പേര് ഇൻഡീസ്. പിൽക്കാലത്ത് അത് റെഡ് ഇൻഡീസ് എന്ന പേരിൽ അറിയപ്പെട്ടു. പിൽക്കാലത്ത് അത് റെഡ് ഇൻഡീസ് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഓക്കെ, അപ്പം കൊളംബസുമായി ബന്ധപ്പെട്ട 3 പായ്ക്കപ്പലുകളുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ സാന്റ മരിയ, പിന്റ, നിന. എന്താണ്? സാന്റ മരിയ, പിന്റ, നിന. ഓക്കെ, അപ്പൊ അതിനുശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് നമ്മുടെ ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്ന ഒരു പ്രൊട്ടസ്റ്റന്റ് രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന്. എന്താണ് ഈ പ്രൊട്ടസ്റ്റന്റ് രാജാവ് എന്ന് പറഞ്ഞാൽ? പ്രൊട്ടസ്റ്റന്റ് രാജാവ് എന്ന് പറഞ്ഞാൽ ക്രിസ്തു മതത്തിൽ നിന്നും ഡിവേർട്ടായി മാറിയ ക്രിസ്തു മതക്കാരെ തന്നെയാണ് പ്രൊട്ടസ്റ്റന്റ് പീപ്പിൾ എന്ന് പറയുക. അതായത് ക്രിസ്തു മതത്തിൽ നിന്നും ഡിവേർട്ടായി മാറിയ ക്രിസ്തു മതത്തിൽപ്പെട്ടവരെ തന്നെയാണ് പ്രൊട്ടസ്റ്റന്റ് പീപ്പിൾ എന്ന് പറയുക. അതായത് അവരുടെ ആചാരങ്ങളും ഒക്കെ വ്യത്യാസമായിരിക്കും. ഓക്കെ, അപ്പം ഇംഗ്ലണ്ടിലെ ഒരു രാജാവ് മതപരിവർത്തനം നടത്തി അദ്ദേഹം വിശ്വസിക്കുന്ന മതത്തിലേക്ക് ആ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും കൺവേർട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. രാജാവിനെ പേടിച്ച് ചില ജനങ്ങളും രാജകുടുംബവും രാജപക്ഷക്കാരും ആ മതം സ്വീകരിച്ചു. എന്നാൽ മതം മാറാത്ത ആൾക്കാരെ രാജാവ് ക്രൂരമായി ഉപദ്രവിക്കുകയും വധിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഓക്കെ, അങ്ങനെ ആ കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്ന ഈ രാജാവിനെ മതപീഡനത്തെ തുടർന്ന് ഒരു കൂട്ടം ഇംഗ്ലീഷുകാർ വടക്കേ അമേരിക്കയുടെ കിഴക്കേ തീരത്ത് കുടിയേറി പാർത്തു. അങ്ങനെ വന്നിറങ്ങിയ ഇംഗ്ലീഷുകാർ അറിയപ്പെടുന്ന പേരാണ് തീർത്ഥാടക പിതാക്കൾ അല്ലെങ്കിൽ പിൽഗ്രിം ഫാദേഴ്സ് എന്ന്. ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന് 17-ാം നൂറ്റാണ്ടിൽ വടക്കേ അമേരിക്കയുടെ കിഴക്കേ തീരത്ത് കുടിയേറി പാർത്ത ഇംഗ്ലീഷുകാർ അറിയപ്പെട്ടിരുന്ന പേരാണ് തീർത്ഥാടക പിതാക്കൾ അല്ലെങ്കിൽ പിൽഗ്രിം ഫാദേഴ്സ്. ഈ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന് അവര് വടക്കേ അമേരിക്കയുടെ കിഴക്കേ തീരത്തേക്ക് കുടിയേറി പാർത്തു. അങ്ങനെ അവരെ പറയുന്ന പേരെന്തായിരുന്നു? തീർത്ഥാടക പിതാക്കൾ അല്ലെങ്കിൽ പിൽഗ്രിം ഫാദേഴ്സ്. അതായത് ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന് 17-ാം നൂറ്റാണ്ടിൽ വടക്കേ അമേരിക്കയുടെ കിഴക്കേ തീരത്ത് കുടിയേറി പാർത്ത ഇംഗ്ലീഷുകാർ അറിയപ്പെടുന്നത് തീർത്ഥാടക പിതാക്കൾ അല്ലെങ്കിൽ പിൽഗ്രിം ഫാദേഴ്സ്. ഈ തീർത്ഥാടക പിതാക്കൾ വടക്കേ അമേരിക്കയുടെ കിഴക്കേ തീരത്ത് വന്നിറങ്ങുന്നത് AD 1620-ലാണ്. എത്രയിലാണ്? AD 1620. ഈ തീർത്ഥാടക പിതാക്കൾ വന്നിറങ്ങിയ കപ്പലിന്റെ പേരാണ് മെഫ്ലവർ. അങ്ങനെ തീർത്ഥാടകർ വന്നിറങ്ങിയ കപ്പലിന്റെ പേര് മെഫ്ലവർ, മെയ്ഫ്ലവർ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. MEYFLOWER, മെയ്ഫ്ലവർ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. എന്നാൽ പല PSCയിലും ക്വസ്റ്റ്യൻസിലും എല്ലാം വന്നിരുന്നത് മെഫ്ലവർ എന്ന് തന്നെയാണ്. അപ്പൊ അത് ഓർത്തിരുന്നോളൂ. ആ തീർത്ഥാടക പിതാക്കൾ വന്നിറങ്ങിയ കപ്പലിന്റെ പേര് മെഫ്ലവർ. AD 1620-ലാണ് ഈ തീർത്ഥാടക പിതാക്കൾ വടക്കേ അമേരിക്കയുടെ കിഴക്കേ തീരത്ത് വന്നിറങ്ങുന്നത്. ഓക്കെ, എങ്കിൽ ഈ മെഫ്ലവർ 400 എന്താണ്? ഓക്കെ, ഈ മെഫ്ലവർ 400 എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകത്തിലെ ആദ്യത്തെ പൂർണ്ണ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കപ്പലാണ് മെയ്ഫ്ലവർ 400. ലോകത്തിലെ ആദ്യത്തെ പൂർണ്ണ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കപ്പലാണ് മെഫ്ലവർ 400. അതായത് ലോകത്തിലെ ആദ്യത്തെ AI കപ്പൽ ആണ് മെഫ്ലവർ 400. ഈ തീർത്ഥാടക പിതാക്കൾ വടക്കേ അമേരിക്കയുടെ കിഴക്കേ തീരത്ത് വന്നിറങ്ങുമ്പോൾ അവിടെ റെഡ് ഇൻഡീസ് താമസിക്കുന്നുണ്ടായിരുന്നു. ഈ തീർത്ഥാടക പിതാക്കൾ അവിടെ വന്നിറങ്ങിയ ശേഷം റെഡ് ഇൻഡീസിനെ എല്ലാം ഉൾക്കാട്ടിലേക്ക് അടിച്ചോടിച്ചു. എന്നിട്ട് ആ തീരപ്രദേശത്ത് നിന്നും അവരുടെ കുടിലുകളും അവർക്കുണ്ടായിരുന്ന ബാക്കിയെല്ലാം ഇവർ സ്വന്തമാക്കി എടുക്കുകയാണ്. അങ്ങനെ തീർത്ഥാടന പിതാക്കൾ ആ തീരപ്രദേശത്ത് മെല്ലെ 13 കോളനികൾ സ്ഥാപിച്ചു. ആ 13 കോളനികളുടെ പേര് ബൈ ഹാർട്ട് പഠിക്കണമെന്നില്ല. കാരണം ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചാൽ മാത്രം മതി. PSC അത് ജസ്റ്റ് ഒന്നൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ അങ്ങനെയൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുള്ളൂ. അപ്പൊ അത് ബൈ ഹാർട്ട് പഠിക്കണമെന്നില്ല, ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മാത്രം മതി. തീർത്ഥാടന പിതാക്കൾ അവിടെ 13 കോളനികൾ സ്ഥാപിച്ചല്ലോ. ആ 13 കോളനികളുടെ പേര് നമുക്കൊന്ന് ജസ്റ്റ് പറയാം. ന്യൂഹാംഷയർ,
മസാച്യൂസെറ്റ്സ്, റോഡ് ഐലൻഡ്, കണക്റ്റിക്കട്ട്, ഡെലാവയർ, വെർജീനിയ, ന്യൂജേഴ്സി, മേരിലാൻഡ്, നോർത്ത് കരോലിന, ജോർജിയ, പെൻസിൽവാലിയ, ന്യൂയോർക്ക്. ഒന്നുകൂടി പറയാം. ന്യൂഹാംഷയർ, മസാച്യൂസെറ്റ്സ്, റോഡ് ഐലൻഡ്, കണക്റ്റിക്കട്ട്, ഡെലാവയർ, വെർജീനിയ, ന്യൂജേഴ്സി, മേരിലാൻഡ്, നോർത്ത് കരോലിന, ജോർജിയ, പെൻസിൽവാലിയ, ന്യൂയോർക്ക്. അങ്ങനെ 13 കോളനികളിൽ തീർത്ഥാടക പിതാക്കൾ ജീവിക്കുന്ന കാലഘട്ടം. കുടിൽ വ്യവസായം, കൃഷി, പല പല രാജ്യക്കാരുമായുള്ള ചെറുകിട വാണിജ്യം, അങ്ങനെ ഓരോരോ ചെറിയ വാണിജ്യ ബന്ധത്തിലൊക്കെ ഏർപ്പെട്ടിരുന്നു. അങ്ങനെ ഇവർ ഉൽപ്പാദിപ്പിച്ചിരുന്ന സാധനങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ലോക ജനശ്രദ്ധ പിടിച്ചുപറ്റി. അതായത് എല്ലാ രാജ്യക്കാരും ഇതെല്ലാം വാങ്ങിക്കാൻ തുടങ്ങി. അങ്ങനെ പല രാജ്യത്തു നിന്നും കുറെ വ്യാപാരികൾ ഈ തീരത്ത് നിന്ന് തീർത്ഥാടക പിതാക്കളുടെ പക്കൽ നിന്നും സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുപോയി. അങ്ങനെ ചെയ്തിരുന്ന കാലഘട്ടം. അപ്പോൾ ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളെ പറ്റി ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്ന കുറച്ചു വ്യാപാരികൾ അറിയുകയുണ്ടായി. അങ്ങനെ അവരുടെ അടുക്കിലേക്ക് ഇംഗ്ലണ്ടിലെ വ്യാപാരികൾ വ്യാപാര ബന്ധത്തിനായി വരികയാണ്. പക്ഷെ അങ്ങനെ വന്നിറങ്ങിയ ശേഷം മാത്രമാണ് ഇംഗ്ലണ്ടുകാർക്ക് മനസ്സിലായത് ഒരു കാലത്ത് അവരുടെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന് വടക്കേ ഇന്ത്യയുടെ കിഴക്കേ തീരത്ത് കുടിയേറിപ്പാർത്ത ആൾക്കാരാണ് ഈ തീർത്ഥാടക പിതാക്കളെന്ന്. അപ്പോൾ അവർ എന്ത് ചെയ്തു? ഇംഗ്ലണ്ടിലെ രാജാവിനെ അവര് വിവരം അറിയിച്ചു. അങ്ങനെ രാജാവ് ഈ വന്ന വ്യാപാരികളെ കൊണ്ട് തന്നെ തീർത്ഥാടക പിതാക്കളുടെ മേൽ കൂടുതൽ നിയമങ്ങളും പരിഷ്കാരങ്ങളും അടിച്ചേൽപ്പിക്കുകയാണ്. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ സഹായത്താൽ കച്ചവടക്കാർ അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കിയ നയമാണ് മെർക്കന്റലിസം. എന്താണ്? മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ സഹായത്താൽ കച്ചവടക്കാർ അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കിയ നയമാണ് മെർക്കന്റിലിസം. ഈ മെർക്കന്റിലിസം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട 5 നിയമങ്ങളാണ്. അതിൽ ഒന്നാമത്തെ നിയമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 13 കോളനികളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സാധനങ്ങൾ മറ്റൊരു രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യണമെങ്കിലോ മറ്റൊരു രാജ്യത്ത് നിന്നും ഏതെങ്കിലും തരത്തിലുള്ള സാധനങ്ങൾ ഈ 13 കോളനിയിലേക്ക് ഇറക്കുമതി ചെയ്യണമെങ്കിലോ ഒന്നുകിൽ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടുകാരുടെ കപ്പലുകളിലോ മാത്രമേ ഉപയോഗിക്കാവൂ. അതായത് കോളനികളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സാധനങ്ങൾ മറ്റുള്ള രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യണമെങ്കിലോ കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യണമെങ്കിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം. ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാമോ? എന്താ? മറ്റൊരു രാജ്യക്കാരും ഇവരുമായി വാണിജ്യ ബന്ധം നടത്താൻ പാടില്ല. കാരണം എന്താ? വാണിജ്യമായാലും ഗതാഗതമായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിലല്ലേ അത് ലാഭകരമാവുകയുള്ളൂ. ഒരു ഭാഗത്തേക്ക് മാത്രമാണെങ്കിൽ അത് എപ്പോഴും നഷ്ടം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ അവർ ആദ്യത്തെ നിയമം കൊണ്ടുവന്നു. രണ്ടാമത്തെ നിയമം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോളനികളിലെ ഔദ്യോഗികപരമായ എല്ലാ രേഖകളിലും ഇംഗ്ലണ്ടിലെ മുദ്ര പതിപ്പിച്ചിരിക്കണം. എന്താണ്? കോളനികളിലെ ഔദ്യോഗികപരമായ എല്ലാ രേഖകളിലും ഇംഗ്ലണ്ടിലെ മുദ്ര പതിപ്പിച്ചിരിക്കണം. അതായത് ഔദ്യോഗികപരമായ രേഖകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുദ്രപത്രങ്ങളാവാം, കരാറുകളാവാം, ലൈസൻസുകളാവാം, ബില്ലുകളാവാം, കരാർ രേഖകളാവാം, എന്ത് തന്നെ ആണെങ്കിലും അതിലെല്ലാം ഇംഗ്ലണ്ടിലെ മുദ്ര ഉണ്ടാവണം. കാരണം എന്താ? മറ്റുള്ള രാജ്യക്കാർ മനസ്സിലാക്കണം ഇവർ ഇംഗ്ലണ്ടിന്റെ അടിമകളാണെന്ന്. പിന്നെന്താ? ഇംഗ്ലണ്ടുകാർ അറിയാതെ ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം മുദ്രകൾ പതിപ്പിക്കുന്നത് ഇംഗ്ലണ്ടിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പോൾ എന്താ? ഈ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർക്ക് താല്പര്യമില്ലാത്തതൊന്നും ഇവർക്ക് ചെയ്യുവാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ രണ്ടാമത്തെ നിയമവും കൊണ്ടുവന്നു. മൂന്നാമത്തെ കൊണ്ടുവന്ന നിയമം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പരുത്തി, പഞ്ചസാര, പുകയില, കമ്പിളി തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ. എന്താണ്? കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പരുത്തി, പഞ്ചസാര, പുകയില, കമ്പിളി തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ. ഈ നിയമം എന്തുകൊണ്ട് അവര് പറഞ്ഞതെന്ന് മനസ്സിലായോ?
കാരണം പല രാജ്യക്കാരും എന്ത് വില കൊടുത്തും ഈ സാധനങ്ങൾ വാങ്ങാൻ തയ്യാറായിരുന്നു. അപ്പോൾ മറ്റുള്ള രാജ്യത്തേക്ക് ഇത് കയറ്റുമതി ചെയ്താൽ ഇവർ പെട്ടെന്ന് തന്നെ സമ്പന്ന രാഷ്ട്രമായി മാറില്ലേ? അങ്ങനെ സമ്പന്ന രാഷ്ട്രമായി മാറിയാൽ ഇംഗ്ലണ്ടുകാർക്ക് ഇവരെ നിയന്ത്രിക്കാൻ പറ്റാതെ ആയി പോവും. അത് തടയാനായിട്ടാണ് ഈ നിയമം കൊണ്ടുവന്നത്. അതിന് തുച്ഛമായ വില മാത്രമാണ് ഇംഗ്ലണ്ടുകാർ നിശ്ചയിച്ചിരുന്നത്. ഓക്കെ, അങ്ങനെ കോളനികൾ ഉൽപ്പാദിപ്പിച്ചിരുന്ന പരുത്തി, പഞ്ചസാര, പുകയില, കമ്പിളി തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ. അടുത്ത 4ാമത്തെ നിയമം, കോളനികളിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിന് വേണ്ട സകല ചിലവുകളും കോളനിക്കാർ നൽകണം. ആണ് കോളനികളിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിന് വേണ്ട സകല ചിലവുകളും കോളനിക്കാർ നൽകണം. ഈ കോളനിക്കാരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല അവര് നിർത്തിയിരിക്കുന്നത് സൈനികരെ. അതായത് ഇംഗ്ലണ്ടുകാർ കോളനിക്കാരുടെ മേൽ അടിച്ചേൽപ്പിച്ച ഈ നയം അല്ലെങ്കിൽ ഇതെല്ലാം അവരെ തെറ്റിക്കുന്നു, ഈ നിയമങ്ങളൊക്കെ അവര് തെറ്റിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ സൈന്യത്തിന് നിയമിച്ചിരിക്കുന്നത്. പക്ഷെ അതിന്റെ ചിലവുകൾ കൂടി കോളനിക്കാർ നൽകണം. അതാണ് 4ാമത്തെ അവരുടെ നിയമം. ഓക്കെ, 5ാമത്തെ നിയമം, കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. അതായത് കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. അത് കോളനികളിൽ ഇറക്കുമതി ചുങ്കം നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ പേരാണ് ചാൾസ് ടൗൺഷെൻഡ്. എന്താണ്? കോളനികളിൽ ഇറക്കുമതി ചുങ്കം നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ പേരാണ് ചാൾസ് ടൗൺഷെൻഡ്. ഈ ഇറക്കുമതി ചുങ്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് ആണെന്ന് നമുക്കറിയാം അല്ലെ? അതായത് നമ്മൾ ഈ ഗൾഫ് രാജ്യത്ത് നിന്ന് വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ കസ്റ്റംസ് ഡ്യൂട്ടി ഒക്കെ അടയ്ക്കണമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അപ്പൊ അത് ഈ കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കണം. അപ്പൊ അത് തന്നെയാണ് ഈ ഇറക്കുമതി ചുങ്കം. അതായത് വിദേശത്ത് നിന്നും വരുന്ന സാധനങ്ങൾ കയറ്റുമതി ചെയ്യണമെങ്കിലോ വിദേശത്ത് നിന്നും സാധനങ്ങൾ ഇറക്കുമതി ചെയ്യണമെങ്കിലോ നമ്മൾ എന്ത് ചെയ്യണം? ഈ സാധനങ്ങൾക്കൊക്കെ കസ്റ്റംസ് ഡ്യൂട്ടി നൽകണം. അതായത് കസ്റ്റംസ് ഡ്യൂട്ടിക്കകത്ത് വരുന്ന 2 ടാക്സുകളാണ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്. അതായത് കയറ്റുമതി ചുങ്കവും ഇറക്കുമതി ചുങ്കവും. അപ്പോൾ മെർക്കന്റിലിസവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് വർഷങ്ങൾ പഠിക്കാം. ഓക്കെ, നമ്മൾ ആദ്യം പഠിച്ച നിയമം ഓർമ്മയുണ്ടല്ലോ അല്ലെ? എന്തായിരുന്നു ആദ്യം പഠിച്ച നിയമം? നമുക്ക് കോളനികളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സാധനങ്ങൾ മറ്റുള്ള രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യണമെങ്കിലോ കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യണമെങ്കിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇതുമായി ബന്ധപ്പെട്ട വർഷം പഠിക്കാം. ഓക്കെ, നാവിഗേഷൻ ആക്ട്. ഈ നാവിഗേഷൻ ആക്ട് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ വർഷങ്ങൾ ഇങ്ങനെ വരും. അപ്പൊ നമുക്ക് പഠിക്കേണ്ടത് ക്വസ്റ്റ്യൻ വ്യക്തമായിട്ട് കേട്ടോളൂ. അമേരിക്കയുടെ 13 കോളനികളുടെ മേൽ ബ്രിട്ടൻ നാവിഗേഷൻ ആക്ട് പാസാക്കിയ വർഷം എന്നായിരിക്കും ചോദിക്കുക. അത് 1763. ഓക്കെ, അമേരിക്കയുടെ 13 കോളനികളുടെ മേൽ ബ്രിട്ടൻ നാവിഗേഷൻ ആക്ട് പാസാക്കിയ വർഷം 1763. ഓക്കെ, അമേരിക്കയുടെ 13 കോളനികളുടെ മേൽ ബ്രിട്ടൻ പഞ്ചസാര നിയമം അല്ലെങ്കിൽ ഷുഗർ ആക്ട് പാസാക്കിയ വർഷം 1764. ഓക്കെ, അമേരിക്കയിലെ 13 കോളനികളുടെ മേൽ ബ്രിട്ടൻ കറൻസി ആക്ട് പാസാക്കിയ വർഷം 1764. അമേരിക്കയിലെ 13 കോളനികളുടെ മേൽ ബ്രിട്ടൻ സ്റ്റാമ്പ് നികുതി പാസാക്കിയ വർഷം 1765. ഓക്കെ, ഇനി നമ്മൾ മെർക്കന്റിലിസത്തിൽ ഏറ്റവും അവസാനം പഠിച്ച നിയമം ഓർമ്മയുണ്ടോ? എന്താണ് അവസാനം പഠിച്ചത്? കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. ഓക്കെ, അതാരാണ് നമുക്ക് അതായത് ഇറക്കുമതി ചുങ്കം കൊണ്ടുവന്നത്? ചാൾസ് ടൗൺഷെൻഡ്. അങ്ങനെ ടൗൺഷെൻഡ് നിയമം പാസാക്കിയ വർഷമാണ് 1767. അപ്പോൾ ഈ പറയുന്ന നികുതികൾ അടിച്ചേൽപ്പിച്ച സമയത്ത് ഇത് താൻ അറിയാതെ ഇതിനെതിരെ പ്രതിഷേധിക്കുന്നതാണ്
അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. എന്താണ് ഈ പറയുന്ന നികുതികളെല്ലാം അടിച്ചേൽപ്പിച്ചിരിക്കുന്ന സമയത്ത് താൻ അറിയാതെ ഇതിനെതിരെ പ്രതിഷേധിക്കുന്നതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടം 1765 മുതൽ 1783 വരെയാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടം 1765 മുതൽ 1783 വരെയാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നത് ഈ പറയുന്ന പല നികുതികൾ ഇവർക്കെതിരെ ഏർപ്പെടുത്തിയതിനെതിരെ കോളനിക്കാർ പ്രതിഷേധിക്കുന്നതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. എന്താണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നത് ഈ പറയുന്ന പല നികുതികളും ഇവർക്കെതിരെ ഏർപ്പെടുത്തിയതിന് കോളനിക്കാർ പ്രതിഷേധിക്കുന്നു. അതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഇനി ശ്രദ്ധിച്ചു കേൾക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു, നമ്മുടെ ഇത്രയും നിയമങ്ങൾ, നിങ്ങൾ മെർക്കന്റിലിസവുമായി ബന്ധപ്പെട്ട കുറെ നിയമങ്ങളും വർഷങ്ങളും പറഞ്ഞു. ഓക്കെ, ഇപ്പൊ തേയിലയുടെ മുകളിലുള്ള അമിതമായ നികുതി കോളനിക്കാർക്ക് താങ്ങാൻ പറ്റുന്നതിലും അധികമായിരുന്നു. അങ്ങനെ കോളനിയിലുള്ള കുറച്ച് ആൾക്കാര് ബോസ്റ്റൺ കടപ്പുറത്ത് എത്തുകയും ഇതിനെതിരെ പ്രതിഷേധിക്കുകയും ചെയ്യുകയാണ്. ഇവരെ പിന്നീട് ബ്രിട്ടീഷുകാർ ക്രൂരമായ രീതിയിൽ കൂട്ടക്കൊല ചെയ്യുന്നു. ഈ സംഭവമാണ് ബോസ്റ്റൺ കൂട്ടക്കൊല അല്ലെങ്കിൽ ബോസ്റ്റൺ മാസ് എയർ. എന്താണ് ബോസ്റ്റൺ കൂട്ടക്കൊല അല്ലെങ്കിൽ ബോസ്റ്റൺ മാസ് എയർ. ബോസ്റ്റൺ കൂട്ടക്കൊല നടന്നത് 1770 മാർച്ച് 5-ലാണ്. ബോസ്റ്റൺ കൂട്ടക്കൊല 1770 മാർച്ച് 5. അപ്പോ അടുത്തൊരു കാര്യം പറയാൻ പോവുകയാണ്. ഈ പറയുന്ന ബോസ്റ്റൺ കൂട്ടക്കൊലയിലും അതുപോലെ തന്നെ തേയിലയുടെ മേലിലുള്ള അമിതമായ നികുതികളെ പ്രതിഷേധിച്ചുകൊണ്ട് കോളനികളിലുള്ള കുറച്ച് ആൾക്കാർ റെഡ് ഇൻഡീസിന്റെ വേഷം ധരിച്ചു. അതെന്തിനാണ്? കോളനിക്കാരെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയാണ് അവർ റെഡ് ഇൻഡീസിന്റെ വേഷം ധരിച്ചത്. ഓക്കെ, ഈ കോളനിക്കാർ റെഡ് ഇൻഡീസിന്റെ വേഷം ധരിച്ച് ബോസ്റ്റൺ കടപ്പുറത്ത് എത്തുകയും ഈ ബോസ്റ്റൺ കടപ്പുറത്ത് നിർത്തിയിട്ടിരുന്ന കപ്പലിൽ കയറി അവിടെ ഉണ്ടായിരുന്ന 342 തേയിലപ്പെട്ടികൾ എടുത്ത് പൊട്ടിച്ച് കടലിലേക്ക് വലിച്ചെറിയുകയും ചെയ്യുകയാണ്. ഈ സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം 1773 ഡിസംബർ 16. ഏതാണ്? ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം 1773 ഡിസംബർ 16. ഓക്കെ, നമുക്ക് ഒന്നുകൂടി ആ വർഷങ്ങൾ ഒന്ന് പഠിക്കാം. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോളൂ. നാവിഗേഷൻ ആക്ട് 1763, പഞ്ചസാര ആക്ട് 1764, കറൻസി ആക്ട് 1764, സ്റ്റാമ്പ് നികുതി 1765, ടൗൺഷെൻഡ് ആക്ട് 1767, ബോസ്റ്റൺ കൂട്ടക്കൊല 1770 മാർച്ച് 5, ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം 1773 ഡിസംബർ 16. കോളനിക്കാർ റെഡ് ഇൻഡീസിന്റെ വേഷം ധരിച്ച് ബോസ്റ്റൺ കടപ്പുറത്ത് നിന്ന് അവിടെ ഉണ്ടായിരുന്ന കപ്പലിൽ കയറി എത്ര തേയിലപ്പൊട്ടികൾ എടുത്ത് ആണ് കടലിലേക്ക് വലിച്ചെറിഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 342. അത് PSC ചോദിച്ചിട്ടില്ല. ഇനി അഥവാ ചോദിച്ചാൽ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക, 342. അപ്പൊ ഇത്രയും കാര്യങ്ങളും ഓക്കെ അല്ലേ? ഭാഗത്തേക്ക് പോവാം. ഓക്കെ, 13 കോളനികളുടെ മേലുള്ള ബ്രിട്ടന്റെ അമിതമായ നിയമങ്ങൾക്കും അമിതമായ പരിഷ്കാരങ്ങൾക്കും എതിരെ കോളനിക്കാർ പ്രതികരിക്കുന്നതാണ് കോണ്ടിനെന്റൽ സമ്മേളനങ്ങൾ അല്ലെങ്കിൽ കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. അതായത് പ്രധാനപ്പെട്ട 3 കോണ്ടിനെന്റൽ സമ്മേളനങ്ങളാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. ഒന്നാം കോണ്ടിനെന്റൽ സമ്മേളിച്ചത് 1774 സെപ്റ്റംബർ. രണ്ടാം കോണ്ടിനെന്റൽ സമ്മേളിച്ചത് 1775 ഏപ്രിൽ മെയ്. മൂന്നാം കോണ്ടിനെന്റൽ സമ്മേളിച്ചത് 1776 ജൂലൈ 4. ഇതാണ് ഒന്നാം കോണ്ടിനെന്റൽ 1774 സെപ്റ്റംബർ, രണ്ടാം കോണ്ടിനെന്റൽ 1775 ഏപ്രിൽ മെയ്, മൂന്നാം കോണ്ടിനെന്റൽ 1776 ജൂലൈ 4. ഓക്കെ, ഈ 3 കോണ്ടിനെന്റൽ സമ്മേളനങ്ങളും നടന്നത് ഫിലാഡൽഫിയയിലാണ്. എന്താണ്? ഈ 3 കോണ്ടിനെന്റൽ സമ്മേളനങ്ങളും നടന്നത് ഫിലാഡൽഫിയയിലാണ്.
ഈ ഓരോ സമ്മേളനങ്ങളെയും പറ്റി ഓരോ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതോടുകൂടിയാണ് നമ്മുടെ ഈ പോർഷൻസ് കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, നമുക്ക് ഒന്നാമത്തത് തുടങ്ങാം. ഒന്നാം കോണ്ടിനെന്റൽ സമ്മേളിച്ചത് 1774 സെപ്റ്റംബറിൽ ആണ്. എന്നാൽ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാം കോണ്ടിനെന്റൽ സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് സാമുവൽ ആഡംസ്. സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് സാമുവൽ ആഡംസ് ആണ്. എന്നാൽ ജോർജിയ കോളനിക്ക് ഇതൊന്നും ഉൾക്കൊള്ളാനേ കഴിയില്ലായിരുന്നു. കാരണം ഈ 13 കോളനികൾ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞല്ലോ. 13 കോളനികളിൽ 12 കോളനികൾ മാത്രമാണ് ഈ സമ്മേളനങ്ങളിൽ പങ്കെടുത്തത്. ഒരു കോളനി മാത്രം ഒഴിഞ്ഞു നിന്നു. ഏത് കോളനിയാ? ജോർജിയ. ഈ ജോർജിയ കോളനിക്ക് ഇതൊന്നും ഉൾക്കൊള്ളാനേ കഴിയില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ പങ്കെടുത്ത കോളനികളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12. അങ്ങനെയാണെങ്കിൽ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ പങ്കെടുത്ത കോളനികളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12. എന്നാൽ പങ്കെടുക്കാത്ത കോളനി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോർജിയ. ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ പങ്കെടുത്ത കോളനികളുടെ എണ്ണം 12. ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ പങ്കെടുക്കാത്ത കോളനി ജോർജിയ. ഓക്കെ, അപ്പൊ ഇനി ശ്രദ്ധിക്കേണ്ട PS ചോദിച്ച മറ്റൊരു ചോദ്യമുണ്ട്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ബ്രിട്ടനിലെ ഭരണാധികാരി ജോർജ് മൂന്നാമനാണെന്ന് പറഞ്ഞില്ലേ? അതായത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ബ്രിട്ടനിലെ ഭരണാധികാരി ആരായിരുന്നു? ജോർജ് മൂന്നാമൻ. ഓക്കെ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ അമേരിക്കയിലേക്ക് കുടിയേറി പാർത്ത ആൾക്കാർ ജോർജ് മൂന്നാമന് നൽകിയ പരാതി അറിയപ്പെടുന്ന പേരാണ് ദ ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ അല്ലെങ്കിൽ ഒലിവ് ശാഖ പരാതി. 1774 ആണ് ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻസ്. ഓക്കെ, അപ്പം ഒന്നുകൂടി പറയാം. ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് 1774 സെപ്റ്റംബർ. ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിന് നേതൃത്വം നൽകിയത് സാമുവൽ ആഡംസ്. ജോർജിയ ഒഴികെയുള്ള 12 കോളനികൾ പങ്കെടുത്തു. അതായത് 13 കോളനികളിൽ 12 കോളനികളാണ് പങ്കെടുത്തത്. ജോർജിയ കോളനി പങ്കെടുത്തില്ല. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ബ്രിട്ടനിലെ രാജാവ് ആരായിരുന്നു? ജോർജ് മൂന്നാമൻ. അപ്പം അമേരിക്കൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ അമേരിക്കയിലേക്ക് കുടിയേറി പാർത്ത ആൾക്കാർ ജോർജ് മൂന്നാമന് നൽകിയ പരാതി അറിയപ്പെടുന്ന പേരാണ് ദ ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ അല്ലെങ്കിൽ ഒലിവ് ശാഖ പരാതി. 1774 ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ കൊടുത്തത്. അതായത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച കാലഘട്ടത്തിൽ അമേരിക്കയിലേക്ക് കുടിയേറി പാർത്തവർ ജോർജ് മൂന്നാമന് കൊടുത്ത പരാതി ദ ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ 1774. ഓക്കെ, ഇനി അമേരിക്കയിലെ കോളനി സേന ജോർജ് മൂന്നാമന് ഒരു നിവേദനം നൽകി. ആ നിവേദനം അറിയപ്പെടുന്ന പേരാണ് ഒലിവ് ശാഖ നിവേദനം. എന്നാണത്? 1775. അതായത് അമേരിക്കൻ കോളനി സേന ജോർജ് മൂന്നാമന് സമർപ്പിച്ച നിവേദനം ഒലിവ് ശാഖ നിവേദനം 1775. അപ്പോൾ അമേരിക്കൻ കോളനി സേന ആയാലും സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ കുടിയേറി പാർത്ത ആൾക്കാരായാലും എന്തിനു വേണ്ടി ഇത് നൽകിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ മേലുള്ള അമിതമായ നികുതി പരിഷ്കാരങ്ങൾ എടുത്തു മാറ്റണമെന്നും അവരെ ആക്രമിക്കരുതെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ നൽകുന്നത്. ഈ ഒലിവ് ശാഖ നിവേദനം എന്ന് പറഞ്ഞാലും ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ എന്ന് പറഞ്ഞാലും എല്ലാം ഒരു സെയിം ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. അതായത് PS മിക്കവാറും ചോദിക്കുന്നത് ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ എന്ന് തന്നെ ആയിരിക്കും. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കാം. അതിന്റെ ഡിഫറൻസ് നമ്മളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച കാലഘട്ടത്തിൽ അമേരിക്കയിലേക്ക് കുടിയേറി പാർത്തവർ ജോർജ് മൂന്നാമന് കൊടുത്ത പരാതി ദ ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ. അത് 1774 അമേരിക്കൻ കോളനി സേന ജോർജ് മൂന്നാമന് സമർപ്പിച്ച നിവേദനം ഒലിവ് ശാഖ നിവേദനം. അത് 1775. ഓക്കെ, നമ്മുടെ PS ഒരു സമയത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്. തോന്നുന്നു CPO വുമൺസ് പോലീസ് അങ്ങനെ ഏതൊരു ചോദിച്ചാണ്. ചോദിച്ച ചോദ്യം ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന്.
അപ്പൊ എന്താ നമ്മൾ ആൻസർ പറയാ? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അതാണ് PSC ചോദിച്ചൊരു ചോദ്യമാണ്. ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. പക്ഷെ ഇനി എടുത്ത് ചോദിച്ചാൽ 2 വർഷക്കാലത്തിൽ ഉണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ ഒരു സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ 2 വർഷക്കാലങ്ങളിലായിട്ട് നമ്മൾ അത് പഠിക്കുന്നത്. അതുകൊണ്ട് ഇച്ചിരി ഇതായിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. നമ്മൾ ശരിക്കും ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നേരത്തെ ചോദിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു രീതിയിലായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങളിലും അങ്ങനെയൊക്കെ ആയിട്ട് ചോദ്യങ്ങളുടെ ദിശയെല്ലാം മാറി മാറി വരികയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ PSC ഇനി സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ഇങ്ങനെയൊക്കെ ചോദിക്കാം. കാരണം അമേരിക്കൻ കോളനി സേന ജോർജ് മൂന്നാമന് സമർപ്പിച്ച നിവേദനം അങ്ങനെയുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ അതൊക്കെ നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ഇത് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച കാലഘട്ടത്തിൽ അമേരിക്കയിലേക്ക് കുടിയേറി പാർത്തവർ ജോർജ് മൂന്നാമന് കൊടുത്ത പരാതി ദ ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ 1774. അമേരിക്കൻ കോളനി സേന ജോർജ് മൂന്നാമന് സമർപ്പിച്ച നിവേദനം ഒലിവ് ശാഖാ നിവേദനം 1775. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ അല്ലെ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ മനസ്സിലായെങ്കിൽ നമ്മൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമസ്കാരം. ഓക്കെ, താങ്ക് യു. ബൈ ബൈ. അപ്പൊ അടുത്ത ടോപ്പിക്കുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്.